വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾക്കറിയാം. അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇന്ന് പൊതുവെ മഴ കുറവായിരുന്നു, ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു നമ്മുടെ ഈ ഭാഗത്തൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിലമ്പൂർ സ്വരാജ് ഒരു 10,000-നുള്ളിൽ വോട്ടിന് വിജയിക്കും. പിന്നെ അതിനുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പാണ് കോൺഗ്രസിൻ്റെ. ലീഗിന് നമ്മൾക്ക് ഉറപ്പിക്കാം LDFിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കുമെന്നത്. കാരണം ഇപ്പോൾ അവിടെ നിലവിലുള്ള 3 സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് 1 അൻവർ, 2 സ്വരാജ്, 3 ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തായിട്ടാണ് നിലമ്പൂർ അൻവർ മത്സരിച്ചത്. അന്ന് ആര്യാടൻ ഷൗക്കത്തിനെയാണ് അൻവർ തോൽപ്പിച്ചത്. ഇടതുപക്ഷത്തിന് അവിടെ ഒരു ഫിക്സഡ് വോട്ടുണ്ട്. കൂടുതൽ വോട്ടുകൾ പിടിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞത് അൻവറിൻ്റെ പക്ഷത്തേക്ക് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകൾ മറിഞ്ഞു. അതാണ് അൻവർ ജയിക്കാൻ കാരണമായത് 2 വട്ടം. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണയും സംഘടനാ ശേഷിയും ഇതൊക്കെ കൊണ്ടാണ് അൻവർ അന്ന് വിജയിച്ചത്. അതേ സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ മത്സരിക്കുന്നത്, ആര്യാടൻ ഷൗക്കത്ത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഒരു എതിർപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ തങ്ങന്മാരെയെല്ലാം വളരെ മോശമായ രീതിയിൽ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ വാപ്പ ആര്യാടൻ മുഹമ്മദും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു നാഷണൽ മുസ്ലിം എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ അണികളുടെ വോട്ട് എന്തായാലും ചോരും. അത് അൻവർ പിടിക്കും. കോൺഗ്രസിൽ നിന്നും കുറച്ച് വോട്ട് അൻവർ പിടിക്കുക. അപ്പോൾ അൻവർ ഏകദേശം ഒരു 15,000 വോട്ടോളം, മാക്സിമം പോയാൽ ഒരു 20,000 വോട്ട് പിടിക്കും. ആ വോട്ട് നഷ്ടമാവുന്നത് ആർക്കാണ്? ആര്യാടൻ ഷൗക്കത്തിനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും LDFിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജ് ഒരു 10,000 അല്ലെങ്കിൽ 10,000-ന് താഴെ വോട്ടിന് വിജയിക്കും. ഇതാണ് എൻ്റെ ഒരു നിഗമനം. കണക്കൂട്ടിയ വിശകലനങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഓക്കെ, കൈതപ്പള്ളി ചാനലിനെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തിങ്കളാഴ്ച നമുക്ക് ജാഥ വിളിക്കാം. ബൈ.